സ്വർണ്ണക്കൊള്ള കേസിൽ കട്ടിളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതിനാലാണ് പത്മകുമാർ സ്വാഭാവിക ജാമ്യത്തിനായി അപേക്ഷ നൽകിയത്. ദ്വാരപാലക പാളി കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റിന് 90 ദിവസം തികയാത്തതിനാൽ ജാമ്യം ലഭിച്ചാലും ജയിലിൽ തുടരേണ്ടി വരും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വാദം പൂർത്തിയായാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കും. റോഷി പാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. റോഷി, ഗുഡ് മോർണിംഗ്. ഇന്ന് പത്മകുമാറിന്റെ സ്വാഭാവിക ജാമ്യം പരിഗണിക്കുമ്പോൾ അതിൽ ജാമ്യം കിട്ടിയാലും മറ്റ് കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ജയിലിൽ തുടരാനാണല്ലോ സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളി കേസിലാണ് സ്വാഭാവിക ജാമ്യത്തിന് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായിരുന്ന പത്മകുമാർ ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. അതിൽ ജാമ്യം ലഭിച്ചാൽ പോലും ദ്വാരപാലക വിഗ്രഹ കേസിൽ അതിൽ സമയം 90 ദിവസം തികയാത്തതിനാൽ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടില്ല. അതുകൊണ്ട് ജയിലിൽ തുടരേണ്ടി വരും. അതേസമയം തന്നെ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് തുടരുന്നുണ്ട്. ഈ കട്ടിളപ്പാളി അടക്കം ദ്വാരപാലക വിഗ്രഹത്തിലെ സാമ്പിളുകൾ അത് ജംഷഡ്പൂരിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം വരണം. ആ പരിശോധനാ ഫലം ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കമാണുള്ളത്. ജംഷഡ്പൂരിലെ ലാബിലേക്ക് സാമ്പിളുകൾ അയച്ച കാര്യം അത് ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടുമുണ്ട്. ജയശ്രീയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമാകേണ്ട ഒരു തെളിവ് അത് ഈ ലാബ് റിപ്പോർട്ടാണ്. ആ ലാബ് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. അതിനുശേഷം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കമാണ്. ഏതായാലും പത്മകുമാർ നിലവിൽ ഇന്ന് കോടതി അനുകൂലമായി പത്മകുമാറിന് വേണ്ടി തീരുമാനമെടുത്താൽ പോലും ജാമ്യം ലഭിച്ചാൽ പോലും ജയിലിന് പുറത്തേക്കിറങ്ങാനുള്ള സാധ്യതയില്ല. കാരണം രണ്ടാമത്തെ കേസിൽ 90 ദിവസം കഴിഞ്ഞാൽ അതിൽ ജാമ്യം ലഭിച്ചിട്ടുമില്ല. ആ സാഹചര്യത്തിലാണ് ജയിലിൽ തുടരുന്നത്. ശരി, റോഷി പാലാണ് വിവരങ്ങൾ നൽകിയത്.